من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا خليل الله. ശ്രേഷ്ഠമായ അമൽ എന്ത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് നൽകിയ മറുപടി നമ്മളിങ്ങനെ ഒരു ഹദീസിലൂടെ പറഞ്ഞു. സമാനമായ മറ്റൊരു ചോദ്യം ഹദീസു അബീ ദർ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറഞ്ഞു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? ഇന്നലെ നാം പറഞ്ഞ ഹദീസിൽ ചോദ്യകർത്താവിനെ കുറിച്ച് പറയുന്നില്ല. ഒരാൾ വന്ന് ചോദിച്ചു. ഇന്ന് പറയുന്നത് മഹാനായ സ്വഹാബിയായ അബൂ ദർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. ഡയറക്റ്റ് ചോദിക്കുകയാണ്. ഞാൻ നബിയോട് ചോദിച്ചു, നബിയേ, അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈമാനുൻ ബില്ലാഹ്. ഏറ്റവും നല്ല അമൽ അത് തന്നെയാണ്. ഇന്നലെ വന്ന ചോദ്യകർത്താവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി അത് തന്നെയാണ്. ഏറ്റവും നല്ല ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല അമൽ അല്ലാഹുവിലുള്ള വിശ്വാസം അത് വർദ്ധിപ്പിക്കലാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം അതിൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കലാണ്. അതാണ് ഏറ്റവും നല്ല അമൽ. അതാണ് അൻതുമുൽ അലഊൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതൻ, ഏറ്റവും നല്ലവൻ എന്ന് ഖുർആൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃതം, ഏറ്റവും നല്ല അമൽ അത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അല്ലാഹു തആല വിശ്വാസം നമുക്ക് ഏറ്റുമാറാവട്ടെ. രണ്ടാമത് വജിഹാദുൻ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ വഴിയിലുള്ള, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്, ജിഹാദാണ്, സമരമാണ്. അതും അന്നത്തെ കാലഘട്ടത്തിൽ അത്രയും അനിവാര്യമായ ഒരു കാര്യമാണ്. നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, തിന്മക്കെതിരിൽ, ശത്രുക്കൾക്കെതിരിൽ അടരാടുക, പോരാടുക എന്നുള്ളത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനത്തിന്റെ ആ ഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഈമാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതം, ഏറ്റവും വലിയ നന്മ അത് അല്ലാഹുവിന്റെ വഴിയിലുള്ള പോരാട്ടമാണെന്ന് പറയാൻ കാരണം. അത് നമ്മുടെ നാട്ടിൽ അനിവാര്യമാകുമ്പോൾ അത് അനിവാര്യമാണ്. ഇന്ന് ഫലസ്തീനിലെ ഗസയിലൊക്കെ പോരാളികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅയ്യുദ്ദിഖാബി അഫ്ളൽ, അത് മനസ്സിലായില്ലേ? മറ്റൊരു കാര്യം ചോദിക്കട്ടെ. നബി തങ്ങൾ പറയുമല്ലോ അടിമകളെ മോചിപ്പിക്കണമെന്ന് പറയുമല്ലോ. എന്നാൽ ഈ അടിമത്ത മോചനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അടിമത്ത മോചനം ഏതാണ്? അന്നത്തെ സാമൂഹികമായ ഏറ്റവും വലിയൊരു തിന്മ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കി വെക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ അടിമ. അതിനെതിരെ ശാസ്ത്രീയമായ രൂപത്തില്, അതിനെതിരെ പ്രായോഗികമായ രൂപത്തില്
അതിനെതിരെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നയനടപടി സ്വീകരിച്ച ചരിത്രത്തിലെ അതുല്യനായ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വളരെ തന്ത്രപരമായി വളരെ യുക്തമായിട്ടാണ് അടിമത്വം എന്നുള്ള വളരെ വൃത്തികെട്ട സമ്പ്രദായത്തെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തത്. ആദ്യ നിമിതങ്ങൾ ചെയ്തത് തന്റെ അടിമപുത്രനായ സയ്യിദിനെ മോചിപ്പിക്കുകയായിരുന്നു. തന്റെ കീഴിലുള്ള അടിമയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചിപ്പിച്ചു. അതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ച ഒരു അടിമയെ സയ്യിദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുഞ്ഞായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സമാനമായിട്ട് നൽകി. സമാനമായി കിട്ടിയ ഉടനെ നബി തങ്ങൾ ആ സയ്യിദിനെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. നീ എന്റെ അടിമയല്ല, നീ എന്റെ കുട്ടിയാണ്. അങ്ങനെ പ്രവാചകന്റെ വളർത്തുപുത്രനായി കഴിയാൻ ഭാഗ്യം ലഭിച്ച മഹാനായ സഹാബിയായിരുന്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ തുടക്കത്തിൽ തന്നെ അടിമത്ത മോചനത്തിന് നാന്ദി കുറിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നീട് സഹാബാക്കളോട് പറയുന്നത്, നിങ്ങൾ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, ആ ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടാൻ നിങ്ങൾ അടിമയെ മോചിപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ടോ, നിങ്ങൾ അടിമയെ മോചിപ്പിക്കുക. റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റുകൊണ്ട് നിങ്ങൾ നോമ്പിനെ നശിപ്പിച്ചുവോ, നിങ്ങൾ അടിമയെ മോചിപ്പിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നിഷ്മണ്ടായും പ്രതിഫലമായും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അടിമത്വ മോചനമായിരുന്നു. അത്രമേൽ പുണ്യമുള്ളൊരു കാര്യമായി അതിനെ പ്രവാചകൻ അവതരിപ്പിച്ചപ്പോൾ സഹാബാക്കൾ മുഴുവനും ആ പുണ്യം ലഭിക്കാൻ വേണ്ടി അടിമയെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പണം സമ്പാദിക്കുന്നു, ഒരു ഉടമയെ കാണുന്നു, താങ്കളുടെ അടിമയെ മോചിപ്പിക്കാൻ എത്ര പണം വേണമെന്ന് ചോദിക്കുന്നു. എന്നിട്ട് പണം കൊടുക്കുന്നു. പണം കൊടുത്ത് അടിമയെ വാങ്ങിക്കലല്ല, പണം കൊടുത്ത് അടിമയെ മോചിപ്പിക്കലാണ് കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ അടിമത്ത മോചനവുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതകൾ പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ട്രെൻഡായി സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അബൂ ദർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും ശ്രേഷ്ഠമായ അടിമത്ത മോചനം ഏതാണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നല്ല വില കൊടുത്ത് അടിമയെ മോചിപ്പിക്കലാണ്. നല്ല വില കൊടുത്ത് അടിമയെ മോചിപ്പിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഅൻഫസുഹാ ഇൻദ അഹ്ലിഹാ, അത് കുടുംബങ്ങളിലൊക്കെ നാടുകളിലൊക്കെ പരിമളം വിടർത്തുന്നതാണ്. ഏവർക്കും സന്തോഷമാകുന്ന കാര്യമാണ്. ഉടമക്ക് സന്തോഷമായി, അടിമക്ക് സന്തോഷമായി, നിനക്ക് സന്തോഷമായി, സമൂഹത്തിൽ നന്മകളായി. അതുകൊണ്ട് നിന്റെ കയ്യിൽ നല്ല തുകയുണ്ടോ, ആ നല്ല തുക ഉപയോഗിച്ച് നീ നല്ല വില കൊടുത്ത് തന്നെ അടിമയെ മോചിപ്പിക്കലാണ് അടിമത്ത മോചനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാദങ്ങൾ കേട്ടതുമായിട്ട് നമുക്ക് കബൂൽ ചെയ്യുമാറാവട്ടെ. തുടർന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് പറയാനും കേൾക്കാനും അതുവഴി നമ്മുടെ ഈമാനും ഇൽമും ഒക്കെ വർദ്ധിക്കാനും അല്ലാഹു സഹായം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.